നരസിംഹസ്വാമി ക്ഷേത്രം. ബദ്രീനാഥ് 6 മാസം മഞ്ഞ് മൂടിയിരിക്കും, ഐസ് കവേർഡാണ് ബദ്രീനാഥ്. അപ്പോൾ ആ സമയത്ത് ദീപാവലി കഴിഞ്ഞ് അവിടെ നടയടയ്ക്കും. ഒരു തീയതി നിശ്ചയിച്ചിട്ട് നടയടച്ചിട്ട് ഘോഷയാത്രയായിട്ട് ഇങ്ങോട്ട് പോരും. അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് പിന്നെ സമ്പ്രദായപ്രകാരം പൂജയൊക്കെ, അത് ഇവിടുത്തെ ഒരു സമ്പ്രദായപ്രകാരം പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അദ്ദേഹം ഇങ്ങോട്ട് വരും, പക്ഷേ അദ്ദേഹം ഇവിടെ വന്ന നാട്ടിലേക്ക് തിരിച്ചു പോകും. പിന്നെ ഇവിടെ വെച്ചിട്ട് ഒരു പൂജാതി കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേവപൂജ എന്നും പറയും ബദ്രീനാഥിൽ, നാരദരുടെ ഒരു പൂജ എന്നൊക്കെ പറയാറുണ്ട്. അതിന് ഭിന്ന അഭിപ്രായങ്ങളും ഉണ്ട്. അതേപോലെ മെയ് മാസമായി കഴിഞ്ഞാൽ, നമ്മുടെ ഈ വൈശാഖം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ നിശ്ചയിച്ച ഒരു തീയതി നിശ്ചയിച്ചിട്ട് ഭാരത സൈന്യമാണ് പിന്നീട് ഭഗവാൻ അങ്ങോട്ട് എഴുന്നള്ളിക്കുന്നത്. ഭഗവാനെയും റാവൽജിയെയും അങ്ങോട്ട് എഴുന്നള്ളിക്കുന്നത് ഭാരതത്തിൻ്റെ സൈന്യമാണ്. അത് എല്ലാ ഉപചാരങ്ങളോടും കൂടിയിട്ടാണ് അങ്ങോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വലിയ തിരക്കില്ലാതെ ഇന്ന് തൊഴാൻ സാധിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.